നമസ്കാരം. കൈകൾക്ക് വല്ലാണ്ട് തരിപ്പും മരവിപ്പൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒന്നും തന്നെ ശരിയായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. സർക്കുലേഷൻ ശരിയായിട്ട് നടക്കാത്തത് കാരണം ഇങ്ങനെ ഉണ്ടാവുന്ന മരവിപ്പ് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഇത് എങ്ങനെ മാറ്റിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകളുണ്ട്. ഒന്നും മിസ്സായി പോകരുത്. ഞാൻ ഡോക്ടർ സജിത ദേജി. കൈകാൽ വിരലുകളുടെ സ്പർശം അല്ലെങ്കിൽ വേദനയും എല്ലാം തന്നെ അറിയിക്കുന്നതും അറിയുന്നതും ഒക്കെ പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന നാഡികളുടെ ഒരു കൂട്ടം തന്നെയാണ്. ഇവയ്ക്ക് വരുന്ന ചെറിയ പരിക്കുകളാണ് ആദ്യം തരിപ്പിൽ തുടങ്ങി പിന്നെ സൂചി കുത്തുന്ന വേദനയിലേക്കും തുടർന്ന് ചെറിയ ഭാരം പോലും ഉയർത്താൻ സാധിക്കാതെ കടുത്ത വേദനയിലേക്കും ഒക്കെ നയിക്കുന്നത്. ഈ രോഗമുള്ള മിക്ക രോഗികളും ഏറെ കാലം ഇത് അവഗണിച്ച ശേഷം ദൈനംദിന ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ഇത് മാറുമ്പോഴാണ് ഇതിന് ചികിത്സ തേടുന്നത്. ഏറ്റവും സാധാരണമായിട്ട് കൈകാൽ തരിപ്പിന് കാരണമാകുന്നത് പ്രമേഹമാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലും രക്തം ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത് കുറയുന്നതും വഴി അവിടെ നാഡികൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള രക്തയോട്ടം കിട്ടാണ്ട് വരികയും അതുവഴി തന്നെ നമുക്ക് ഇത്തരം തരിപ്പും മരവിപ്പൊക്കെ അനുഭവപ്പെടാം. കൈതരിപ്പിൻ്റെ മറ്റൊരു പ്രധാന കാരണം കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊരവസ്ഥയാണ്. കൈപ്പത്തിയിലേക്കുള്ള മീഡിയൽ നെർവ് തുടർച്ചയായിട്ട് ഇങ്ങനെ അമർന്നു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ തള്ളവിരൽ തുടങ്ങി മോതിര വിരലിൻ്റെ പാതി വരെ കടുത്ത തരിപ്പും വേദനയും അനുഭവപ്പെടും. തുടർച്ചയായിട്ട് എഴുതുന്നവർ, തുടർച്ചയായിട്ട് ടൈപ്പ് ചെയ്യുന്നവർ, ഒരുപാട് സമയം മൊബൈൽ ഫോൺ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തരിപ്പും വേദനയും കൈകൾക്ക് അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തലയ്ക്ക് താഴെയായിട്ട് കൈ മടക്കി വെച്ചിട്ട് ഒരുപാട് സമയം കിടന്നുറങ്ങി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കൈ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാകും. ആ രീതിയിൽ തരിപ്പ് വരാറുണ്ട്. എന്നുകൊണ്ടൊരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസമൊക്കെ ലഭിക്കുമെങ്കിലും അത് പിന്നെയും വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇതിൽ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കൈ നമ്മൾ ഇതുപോലെ നീട്ടി വയ്ക്കുക. അതിനുശേഷം മറ്റേ കൈ കൊണ്ട് ഈ വിരലുകളെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ബാക്കിലോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇങ്ങനെ ഒരു 15 സെക്കൻഡോളം നമുക്ക് ഇങ്ങനെ നിൽക്കാം. ഇത് ഒരു 10 തവണയൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതുപോലെ തന്നെ കൈ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് മറ്റേ കയ്യിലെ വിരലുകൾ കൊണ്ട് ഇതുപോലെ ഈ ഭാഗം നന്നായിട്ട് നമ്മുടെ നേരെ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെ വെക്കുക. ഇതും ഒരു 10 തവണ ചെയ്യുക. അടുത്ത എക്സസൈസ് കൈ ഇതുപോലെ വെക്കുക, വിരലുകൾ മാത്രം മടക്കുക. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഒരു മുഷ്ടി പോലെ ചുരുട്ടി പിടിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ വീണ്ടും കൈ പൊക്കുക, വിരലുകൾ ഈ ഭാഗം മാത്രം മടക്കുക. എന്നിട്ട് മൊത്തത്തിൽ മുഷ്ടിയാക്കി മടക്കി പിടിക്കുക. കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ 10 തവണയായിട്ട് ചെയ്യാം. അടുത്ത എക്സസൈസും വളരെ സിമ്പിളാണ്. കൈ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇത്ര മാത്രം, അതായത് മുഷ്ടിയായിട്ട് ചുരുട്ടി പിടിക്കേണ്ടതില്ല, ഇതുപോലെ ഫുള്ള് മടക്കി വയ്ക്കുക. ഇങ്ങനെ ഒരു 10 തവണ വീണ്ടും നിങ്ങൾ ചെയ്യാം. ഇങ്ങനെ നമ്മൾ മടക്കി പിടിച്ചതിന് ശേഷം കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് നിൽക്കണേ. അതിനുശേഷം വിട്ടിട്ട് വീണ്ടും പഴയ പോലെ ചെയ്യുക. ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ പറഞ്ഞിരിക്കുന്ന 4 എക്സസൈസും ഡെയിലി കുറച്ച് സമയം മാറ്റിവെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം തരിപ്പ് മരവിപ്പ് എന്നുള്ളൊരു പ്രശ്നത്തിന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇതിനും വേറെയും പല കാരണങ്ങളുണ്ട്. മദ്യപാനമുള്ള ആളുകൾ വൈറ്റമിൻ B12 കുറവ്, മസ്തിഷ്ക ആഘാതം പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നാഡികളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റെന്തെങ്കിലും അവസ്ഥകൾ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, സിഫിലിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കയ്യിന് തരിപ്പുണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. രോഗകാരണം ഏത് തന്നെ ആയാലും അതിനെ ചികിത്സിക്കുന്നതാണ് സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം. താൽക്കാലിക ആശ്വാസത്തിനായിട്ട് മരുന്നുകളുണ്ട്. എങ്കിലും ഇത്തരം വ്യായാമം, ധാരാളം വൈറ്റമിൻ B ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇവയൊക്കെയാണ് ഏറ്റവും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമുള്ളത്. തരിപ്പ് ക്രമാതീതമായി കൂടുകയോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തരിപ്പ് വ്യാപിക്കുകയോ ഒക്കെ ചെയ്താൽ, വിരലുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതുമാണ്. ഇനി കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്നൊന്നും അറിയാതെ തന്നെ പെട്ടെന്ന് ആളുകൾ ഒരു രാത്രിയിൽ ഉറക്കത്തിനിടയ്ക്ക് തന്നെ ഞെട്ടി എഴുന്നേൽക്കുകയും കയ്യിനൊരു മരവിപ്പ് തോന്നുകയും ഇക്കിളിയിടുന്നത് പോലെയൊക്കെയുള്ള ഒരവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് ഞെട്ടി
തെളിയിക്കാറുണ്ട്. സാധാരണ അവസ്ഥ ലോകമെമ്പാടുള്ള ഒരുപാട് ആളുകളെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് കൂടുതലും. നമ്മൾ അനങ്ങാണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, അങ്ങനെയാണ് അവർക്കൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുന്നത്. പിന്നീട് നമുക്കിത് സൂചി കുത്തുന്ന പോലെയുള്ള ഒരു വേദന പോലെയൊക്കെ തോന്നാം. കൈത്തണ്ടയിലോ കൈയിൻ്റെ വിരലുകളിലോ ഉള്ള ഒരു നാഡികളിലേക്കൊക്കെ ഉണ്ടാവുന്ന വേദന, വസ്തുക്കൾ പിടിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ബലഹീനത, കൃത്യമായിട്ടുള്ള ചലനം ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ഇത്തരം ലക്ഷണങ്ങൾ സാധാരണയായി കാലക്രമേണ പിന്നീട് വികസിച്ചു വരും. അപ്പോൾ ഇത് തുടക്കത്തിലേ ശ്രദ്ധിക്കേണ്ടതാണ്. ഫോൺ പിടിക്കുമ്പോൾ, സ്റ്റിയറിംഗ് വീല് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ജോലികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരം അസ്വാസ്ഥ്യങ്ങൾ കാണാറുള്ളത്. കൃത്യമായി നമ്മൾ പ്രത്യേകം കൈവിരലുകൾക്ക് ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, സൂചി നൂല് കോർക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബട്ടണൊക്കെ തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ ഇടുന്നത്, അതൊക്കെ ഒരു വിരലുകൾ കൊണ്ട് മാത്രം ചെയ്യുന്ന അത്തരം ജോലികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുമൊക്കെ ചെയ്യും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കൈമുട്ട് അധികമായിട്ട് വളച്ചോ മടക്കിയോ ഒരുപാട് നേരം വെക്കാണ്ടിരിക്കുക. ഒരു ന്യൂട്രലായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺ ദീർഘനേരം പിടിക്കുന്നതും ഒരുപാട് സമയം ടൈപ്പ് ചെയ്തിട്ട് കൈ വയ്ക്കുന്നത്, അല്ലെങ്കിൽ മൗസിൻ്റെ ഒരുപാട് സമയം കൊണ്ടുള്ള ഉപയോഗം, തയ്യൽ പോലെ സ്റ്റിച്ചിങ് പോലുള്ള നമ്മുടെ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ, ജോലി ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൈകൊണ്ട് ശക്തിയായി പിടിക്കുക, ഞെക്കുക, ഭാരമുള്ള സാധനങ്ങൾ ദീർഘനേരം പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ മാറ്റി വയ്ക്കുക. ഉറങ്ങുമ്പോൾ കൈമുട്ട് മടക്കി തലയുടെ അടിയിൽ വെച്ച് ഉറങ്ങുന്നത് ഒഴിവാക്കുക. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രമേഹം, തൈറോയിഡ് പ്രശ്നങ്ങൾ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് പറഞ്ഞാൽ കാർപ്പൽ ടണൽ സിൻഡ്രോം, നേരിട്ട് വൈറ്റമിൻ ഡി ഇതിനൊരു കുറവൊന്നും ഇതിനൊരു റീസൺ ആയിട്ട് മാറുന്നില്ല, കാൽസ്യം കുറവും ഒന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യം കുറഞ്ഞു വരാനും ഇത്തരം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ശരിയായിട്ട് എടുക്കാതിരുന്നാലും ഒക്കെ തന്നെ ഇത്തരം വൈറ്റമിൻ ഡി കുറയുന്നതും കാൽസ്യം കുറയുന്നതും ഒക്കെ തന്നെ നേരിട്ടല്ലെങ്കിലും മറ്റൊരു രീതിയിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ, തരിപ്പ്, മരവിപ്പ്, നാഡികളുടെ ബലക്ഷയത്തിനെയൊക്കെ തന്നെ ബാധിക്കുന്നതായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൈകാലിൽ ഇത്തരം തരിപ്പ്, മരവിപ്പ്, പേശി വലിവ്, ക്രാംസ്, മസിൽ സ്പാസം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. എന്നാൽ ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ള ഒരാൾക്ക് കാൽസ്യം കുറവും കൂടെ ഉണ്ടെങ്കിൽ കയ്യിലെ തരിപ്പും അസ്വസ്ഥതയും കൂടുതലായിട്ട് തോന്നിക്കാം. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, മാഗ്നീഷ്യം, തൈറോയ്ഡ് ഫംഗ്ഷൻ, ബ്ലഡ് ഷുഗർ, ഇത്തരം കാര്യങ്ങളൊക്കെ തരിപ്പിന് കാരണമാകാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു ബെസ്റ്റ് 10 ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് പാല്, തൈര്, അത് കാൽസ്യം, പ്രോട്ടീനൊക്കെ ലഭിക്കാൻ നല്ലതാണ്. മത്തി, സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ, omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട്. മുട്ടയിലാണെങ്കിൽ പ്രോട്ടീൻ ഉൾപ്പെടെയുള്ള പോഷകങ്ങളുണ്ട്. മുരിങ്ങയിലയും മറ്റ് ഇലക്കറികളൊക്കെയാണെങ്കിൽ കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെ ഉറവിടവും തന്നെയാണ്. ബദാം അല്ലെങ്കിൽ ആൽമണ്ട്, അതായത് മഗ്നീഷ്യം ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ അതിലുണ്ട്. ഇനി എള്ളാണെങ്കിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പയറ്, കടല, പരിപ്പ്, ഇതൊക്കെ പ്രോട്ടീൻ, മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അവോക്കാഡോ ആണെങ്കിലും ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടെയുള്ള പോഷകങ്ങളുണ്ട്. ഓറഞ്ച്, പേരയ്ക്ക, നെല്ലിക്ക തുടങ്ങിയ പഴങ്ങളാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ബ്രക്കോളി പോലെയുള്ള പച്ചക്കറികളിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. അമിതമായിട്ട് പ്രോസസ്ഡ് ഫുഡ്, ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം, ഷുഗറി ഡ്രിങ്ക്സ് ഇവയൊക്കെ കഴിക്കുന്നത് മാറ്റുക. കാൽസ്യം, വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ B12 സപ്ലിമെൻ്റ് ഒക്കെ കുറവാണെങ്കിൽ അത് എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിനെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും ചിലർക്ക് തരിപ്പും മരവിപ്പും വരാൻ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവിടെയുള്ള ഞരമ്പുകൾ ഇതുപോലെ തിങ്ങി ഞെരുങ്ങുന്ന ആ ഒരു കംപ്രസ് ചെയ്യുന്ന സമയത്ത് അത് റേഡിയേറ്റ് ചെയ്തിട്ട് ആ വേദനയും കാരണം തന്നെ പിന്നീട് കുറേ സമയം ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നീർക്കെട്ട് വന്നിട്ടും ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വന്ന് കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് കൂടെ വളരെ മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ ജോയിൻസിനും പറ്റുന്ന നെക്കിനും നെക്ക് റൊട്ടേഷൻ പോലുള്ള ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സുകൾ, കൈക്ക് റൊട്ടേഷൻ കൊടുക്കുന്നത്, നമ്മുടെ ഓരോ ജോയിൻറ്റിലും റിസ്റ്റ്, അതായത് ഈ ഭാഗത്തുള്ള ജോയിൻറ്റുകളിൽ ഇവിടെയുള്ള ജോയിൻറ്റിന് ഇതുപോലുള്ള എക്സസൈസുകൾ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഡെയിലി കൊടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തുക. അങ്ങനെയുള്ളവർക്ക് ഇത്തരം തരിപ്പ്, മരവിപ്പ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരു നല്ല മാറ്റം കാണുന്നതായിട്ട് കാണാറുണ്ട്.
ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ള 4 എക്സസൈസുകളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കൂടുതൽ ഈ വൈറ്റമിൻ B12 B ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം മാക്സിമം ആളുകൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് പേർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷനാണിത്. വളരെ നല്ലൊരു സബ്ജക്റ്റുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.